നമസ്കാരം. ശ്രീ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള ഒരു കഥയുടെ ഒരു ഭാഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പൂമംഗലം ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള വടക്കു കിഴക്കേ മൂലക്കകത്തെ വെട്ടുകുഴിയിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന പായ്ച്ചെടികളുടെ ഇടയിലൂടെ അന്തരീക്ഷമികൾ പിൻവാങ്ങി. ഇരുളിൻ്റെ സാമ്രാജ്യം ഭൂമിയിലെങ്ങും സ്ഥാപിക്കപ്പെട്ടു. ഭയത്തിൻ്റെതായ ആ സാമ്രാജ്യത്തിൽ അവൻ ഏകാഗിയായി. മാക്രികളുടെയും ചീവീടുകളുടെയും ഘോരമായ മുദ്രാവാക്യ നിഘോഷങ്ങൾ അവനെ തെല്ലും ഭയപ്പെടുത്തിയില്ല. ചെടികൾക്കിടയിലൂടെ ടോർച്ച് ലൈറ്റുകൾ മിന്നിക്കുന്ന മിന്നാമിനുങ്ങുകൾ പോലീസുകാർ ആയിരുന്നില്ല അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ വെച്ച് ഇടിക്കുവാൻ അവർ തിരക്കി നടക്കുന്നുണ്ടാകും. പൂമംഗലത്തെ പെണ്ണായ ഗ്രേസിയുടെ തല പൊട്ടിച്ച് ചോര വരുത്തണമെന്നൊന്നും അവൻ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ കൊച്ചു പെങ്ങൾ ലില്ലിമോളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ചെയ്തു പോയതാണ്. അവൾ കൊട നൽകാതെ അഹംഭാവത്തോടെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാണ്. ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായിരുന്നു. എല്ലാം തകരുകയാണ്. നന്ദി വിശക്കുകയും തണുക്കുകയും ചെയ്യുന്നു. ആകാശത്ത് ഒരു നനുത്ത ചന്ദ്ര വന്ന് നിൽക്കുന്നുണ്ട്. ചന്ദ്രനെയും പോലീസുകാർ പിടിക്കുമോ? പിന്നെ എന്തിന് അത് മേഘങ്ങളുടെ കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുന്നു? അവൻ ചിന്തിക്കാതിരുന്നില്ല. നേരം പാതിരായോട് അടുക്കുകയാണ്. വിസിലടിക്കുന്നത് പോലീസുകാരല്ല, മുളക്കൂട്ടത്തിനിടയിലൂടെ ഓടി നടക്കുന്ന കാറ്റാണ്. മൂളുന്നത് മനുഷ്യരല്ല, മൂങ്ങകളാണ്. അതവന് മനസ്സിലാക്കും. അവൻ കുറ്റിക്കാട്ടിൽ നിന്ന് തലപൊക്കി നോക്കി. എങ്ങും ആരെയും കാണുന്നില്ല. നാട്ടുമ്പുറത്തെ എല്ലാ വിളക്കുകളും അണഞ്ഞിരിക്കുന്നു. എല്ലാവരും ഉറക്കമായിരിക്കും. പേടിയോടും വിറയലോടും കൂടിയായിരുന്നു അവൻ മറവ് പറ്റി പടി കടന്ന് വീട്ടിൻ്റെ അടുത്തെത്തിയത്. അവൻ മെല്ലെ അടുക്കള വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. പേരമ്മയുടെ കൂർക്കവലി കേൾക്കാം. അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ആരോ ഏങ്ങലെടുക്കുന്ന ശബ്ദം കൂടെ കേൾക്കാം. അത് ലില്ലിയാണ്. ലില്ലി അവൾ ഏങ്ങലെടുക്കുകയാണ്. അവൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ചങ്കിടിപ്പ് കൊണ്ട് അവന് മിണ്ടാൻ ത്രാണിയില്ലായിരുന്നു. അവൻ മെല്ലെ പെരുവരലിൽ എത്തിക്കൂട്ടി അടുക്കള വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. നിലാവിന് കാര്യമായ വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ പുറമെ നിന്ന് ആരും കാണുകയില്ല. അവൻ മെല്ലെ വിളിച്ചു, ലില്ലി, ലില്ലി. ഇച്ചാച്ച. അവളുടെ ശബ്ദത്തിൽ പരിഭ്രമവും ഭീമയും കലർന്നിരുന്നു. അവൾ ഇതുവരെ ഉറങ്ങാതെ നിന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് കതക് തുറന്നു. കതക് കിറുകിറേ എന്ന് ശബ്ദമുണ്ടാക്കി. പേരമ്മയുടെ ശബ്ദം കേൾക്കുന്നില്ല. അവർ ഉണർന്നു കിടക്കുകയായിരിക്കും. ലില്ലി പേടിച്ചു വിറച്ചു. പേരമ്മയെങ്ങാൻ ബേബിയെ കണ്ടാൽ തല്ലി കൊന്നു കളയും. അത്ര കണ്ട് കോപിച്ചിരിക്കുകയാണ് പേരമ്മ. അത് ലില്ലിക്കറിയാം. അതുകൊണ്ടാണ് അവൾ പേടിച്ചു വിറച്ചത്. എത്ര നേരം ആ കുട്ടികൾ അങ്ങനെ നിശബ്ദമായി നിഷ്ഫലമായി നിന്നു എന്ന് അറിയില്ല. പേരമ്മയുടെ കൂർക്കവിളി വീണ്ടും കേട്ടപ്പോഴാണ് അവൾക്ക് ധൈര്യമുണ്ടായത്. ഇച്ചാച്ചൻ എവിടെയായിരുന്നു? ഇങ്ങോട്ട് മാറി പെണ്ണെ. പേരമ്മയങ്ങാൻ കണ്ടാൽ. അവർ മുറ്റത്തിൻ്റെ അപ്പുറത്തുള്ള കോഴിക്കോട്ടിൻ്റെ മറവിലേക്ക് ചെന്നു നിന്നു. അതെ, അവിടെ നിന്ന് ആരും കാണുകയില്ല. ഇച്ചാച്ചൻ എവിടെയായിരുന്നു? ഇച്ചാച്ചനെ പോലീസ് പിടിച്ചില്ലേ? എന്താണ് ഇച്ചാച്ചൊന്നും പറയാത്തത്? അവനൊന്നും പറഞ്ഞില്ല. നീ എന്തിനാ ഏങ്ങലടിച്ചത്? അവൾക്ക് കരച്ചിൽ വന്നു. അവൾ ഏങ്ങി കരയാൻ തുടങ്ങി. പേരമ്മ എന്നെ ഒത്തിരി തള്ളി ഇച്ചാച്ച. എന്തിന്? ഇച്ചാച്ചൻ എന്തിയെന്ന് ചോദിച്ച് അവൾ വീണ്ടും വേദനയോടെ കരഞ്ഞു. അവളുടെ കൈപ്പത്തിൽ അവൻ തട്ടി നോക്കി. അടികൊണ്ട് വിളർത്ത പാടുകൾ അവന് മനസ്സിലാക്കാമായിരുന്നു. അവരൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് ചന്ദ്രൻ പ്രകാശിച്ചതും അവർ വെളിച്ചത്തിലാവുകയും ചെയ്തത്. അവർക്ക് പേടി തോന്നി. അവൾ പറഞ്ഞു, ഞാൻ പോവുകയാണ് ലില്ലി മോളെ. എന്തോ ദൃഢനിശ്ചയം ചെയ്തതുപോലെ അവൻ പറഞ്ഞു. എങ്ങോട്ട്? വല്ലോടുത്തു. അപ്പോൾ ഇച്ചാച്ചന് പേടിയാകില്ലേ? ഇല്ല, ഇപ്പോൾ പേടി തോന്നുന്നില്ല. അപ്പോൾ ആര് തരും ഇച്ചാച്ചനെ കഞ്ഞിയൊക്കെ? വല്ലവരും. വേണ്ട, പോണ്ട ഇച്ചാച്ച. പോയില്ലേ പോലീസ് പിടിക്കില്ലേ മോളെ? അവൻ പറഞ്ഞു. എന്നാ പൊയ്ക്കോ, പേരമ്മ കണ്ടാൽ തല്ലും. അവൻ അങ്ങനെ നോക്കി നിന്നു. പൊയ്ക്കോ ഇച്ചാച്ച. അവൻ മെല്ലെ തിന്നു. കരണ്ടു തൊടുത്ത കണ്ണുകളുമായി ആ 5 വയസ്സുകാരി തൻ്റെ സഹോദരൻ പോകുന്നതും നോക്കി നിന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ബേബി ഓടി വന്ന് അവളെ സിവിൽ മന്ത്രിച്ചു. ഇച്ചാച്ചൻ പോയേച്ച് വരുമ്പോൾ എൻ്റെ ലില്ലിമൊക്ക് ഒരു കൊച്ചു കൊട കൊണ്ടു തരാം കേട്ടോ. അവൾ പറഞ്ഞു. ആ ഗ്രേസിയെടുത്ത പോലെ ഒരു കൊച്ചു കൊട. അവൾ തീർത്തു പറഞ്ഞു. നീ പോയി കിടന്നു എന്ന് പറഞ്ഞ് അവൻ വേഗത്തിൽ അവിടെ നിന്ന് യാത്രയായി. പിന്നെ അവൾ തിരിച്ചോടി അടുക്കളയിലെത്തി കതക് ചാരി. ശബ്ദം കേട്ട് പേരമ്മ ഉറക്കെ വിളിച്ചു തുടിച്ചു. ആരാത്? പേരമ്മ. ലില്ലി മിണ്ടിയില്ല. അവൾ അനങ്ങാതെ കിടന്നു. കൈപ്പത്തിലെ നൊമ്പരത്തെ പറ്റി അവൾ അപ്പോൾ ഓർത്തില്ല. കൂടാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ഒരു സ്വപ്നം കാണുകയും ചെയ്യും. അവളും അവളുടെ ഇച്ചാച്ചനും ഒരു കൊച്ചു കൊടയും ചൂടി പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത്. ആ സ്വപ്നം അവളുടെ വെറും സ്വപ്നമായിരുന്നില്ല.
അവളുടെ മുന്നിലേക്കുള്ള യാത്രയിലെ ഒരു പ്രതീക്ഷയും കൂടെയായിരുന്നു. നന്ദി, നമസ്കാരം.